നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ചെറിയ വീഡിയോ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ ഫ്രാൻസിസ് മാത്യു. തിരുവചനത്തെ ആസ്വാദിക്കുന്ന എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത് 1 തെസ്സലോനിക്ക 4-ാം അധ്യായം 16-ഉം 17-ഉം തിരുവചനങ്ങളാണ്. അത് നാം എപ്പോഴും കർത്താവിനോടുകൂടെ ആയിരിക്കുന്നത് എപ്പോഴാണ് എന്ന വിഷയത്തെക്കുറിച്ചാണ്. അതിൻ്റെ മറുപടി ഇങ്ങനെയാണ്: എന്തെന്നാൽ അധികാരപൂർണമായ ആജ്ഞാവചനം കേൾക്കുകയും പ്രധാന ദൂതന്റെ ശബ്ദം ഉയരുകയും ദൈവത്തിന്റെ കാഹളധ്വനി മുഴങ്ങുകയും ചെയ്യുമ്പോൾ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരണമടഞ്ഞവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നമ്മിൽ അവശേഷിക്കുന്നവർ ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കുവാനായി അവരോടൊപ്പം മേഘങ്ങളിൽ സംവഹിക്കപ്പെടും. അങ്ങനെ നാം എല്ലാവരും എപ്പോഴും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ഇതാണ് തിരുവചനം.